വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങളാണ് മുഖ്യമായും ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഉത്ഥാനത്തിൻ്റെ ഒരു ചൈതന്യത്തിലാണ് നാം. പരിശുദ്ധ പിതാവ് ഈസ്റ്ററിനെ കുറിച്ച് നൽകിയ ഒരു സന്ദേശമാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് പങ്കുവയ്ക്കുന്നത്. നമുക്ക് അതിനടിസ്ഥാനമായിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥ വാക്കുകൾ സുവിശേഷത്തിൽ നിന്നുള്ളത് നമുക്ക് കേൾക്കാം. ഞാൻ അതാദ്യമേ വായിക്കുന്നു. സാബത്തിന് ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം ശവകുടീരം സന്ദർശിക്കാൻ രാവിലെ തന്നെ മഗ്ദലന മറിയവും മറ്റേ മറിയവും വന്നു. അപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേൽ ഇരുന്നു. അവൻ്റെ രൂപം മിന്നൽ പിണർ പോലെ ആയിരുന്നു, വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതും. അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറപൂണ്ട് മരിച്ചവരെ പോലെ ആയി. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട ഈശോയെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്ന് എനിക്ക് അറിയാം. അവൻ ഇവിടെയില്ല. താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയിർപ്പിക്കപ്പെട്ടു. അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ. വേഗം പോയി അവൻ്റെ ശിഷ്യന്മാരോട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടെന്നും നിങ്ങൾക്ക് മുമ്പേ ഗലീലിയിലേക്ക് പോകുന്നെന്നും അവിടെ വച്ച് നിങ്ങൾ അവനെ കാണുമെന്നും പറയുവിൻ. ഇതാ ഇക്കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അവർ കല്ലറ വിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരെ വിവരമറിയിക്കാൻ ഓടി. അപ്പോൾ ഈശോ എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു. അവർ അവനെ സമീപിച്ച് പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. ഈശോ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. നിങ്ങൾ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് ഗലീലിലേക്ക് പോകണമെന്നും അവിടെ അവർ എന്നെ കാണുമെന്നും പറയുക. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ച് കേട്ടത്. ആദ്യമേ തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഉത്ഥാനത്തിൻ്റെ ആദ്യ സാക്ഷികൾ ആയി നിൽക്കുന്നത് സ്ത്രീകളാണ്. മഗ്ദലന മറിയവും മറ്റേ മറിയവുമെന്ന് മത്തായി ശ്ലീഹ നമ്മോട് പറയുന്നു. എല്ലാ സംഭവങ്ങളിലും മഗ്ദലന മറിയത്തിനാണ് ആദ്യമായി ഈശോ പ്രത്യക്ഷപ്പെട്ടത് എന്ന് സുവിശേഷകന്മാർ നമ്മളെ അറിയിക്കുന്നുണ്ട്. അവരാണ് ഈ വാർത്ത ലോകത്തിന് നൽകിയത്, ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് നൽകിയത്. അവർ അതിരാവിലെ തന്നെ പുറപ്പെട്ടു കല്ലറയിലേക്ക്. 2-3 കാര്യങ്ങൾ അവരുടെ ആ നിലപാടിൽ നമ്മൾ കാണുന്നുണ്ട്. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് അവർക്ക് ഭയമുണ്ട്, അവർക്ക് അതേസമയം വിസ്മയവുമുണ്ട്. ഈ 3 വികാരങ്ങൾ അവരിൽ നിലനിൽക്കുന്നു. അവർ ചെല്ലുമ്പോൾ കാണുന്ന കാര്യം ശൂന്യമായ കല്ലറയാണ്. കല്ലറയുടെ മുമ്പിൽ ഒരു കല്ല് ഉരുട്ടി വെച്ചിട്ടായിരുന്നു പട്ടാളക്കാരെല്ലാം മാറിപ്പോയത്. പട്ടാളക്കാർ കാത്തു നിൽക്കുമ്പോഴും അരിമത്യക്കാരൻ ജോസഫാണല്ലോ കർത്താവിനെ അടക്കിയത്. കല്ലുകൾ വെച്ചിരുന്നു, പക്ഷേ ശൂന്യമായ കല്ലറയാണ് ഈ സ്ത്രീകൾ കാണുന്നത്. അതുകൊണ്ട് എന്താണ്, അവർ തിരിച്ചു നടക്കുകയാണ്. അവർക്ക് ദർശനമുണ്ടാകുന്നത് മാലാഖമാരുടേതാണ്. അവർ വളരെ സ്പീഡിൽ ഓടുന്നു എന്നാണ്, കല്ലറ വിട്ട് ഓടുന്നു എന്നാണ് സുവിശേഷകൻ നമ്മളെ ഇപ്പോൾ അറിയിച്ചത്. എന്തിനാണ് അവർ ഓടുന്നത്? ശിഷ്യന്മാരോട് പറയാനാണ്. അവർക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താണ്? ഈശോ ഉത്ഥാനം ചെയ്തിരിക്കുന്നു എന്ന കാര്യമാണ്. മാലാഖമാരും പറഞ്ഞതും കർത്താവ് അവരോട് പറഞ്ഞതും ഒറ്റ കാര്യം തന്നെയാണ്. ഈശോ ഇപ്പോൾ ഗലീലിയിൽ അവരെ കാത്തിരിക്കുകയാണ്. ഇതാണ് അവരെ അറിയിക്കാൻ അവർ പോകുന്നത്. അപ്പോൾ ഇത്
നമ്മൾ പെട്ടെന്ന് കാണുകയാണ്. ഈസ്റ്ററിലെ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യം കർത്താവ് എത്രയോ പ്രാവശ്യം 3 പ്രാവശ്യമെങ്കിലും സ്ലീഹന്മാരെ അറിയിച്ചതാണ്. ജെറൂസലേമിലേക്ക് എനിക്ക് പോകണം, തൻ്റെ മരണത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും അറിവ് നൽകിയതാണ്. അവിടെ പ്രധാന പുരോഹിതന്മാരും നിയമജന്മാരും നേതാക്കന്മാരും എല്ലാം എന്നെ ക്രൂശിക്കും, ഞാൻ മരിക്കപ്പെടും, പക്ഷേ ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവിടുന്ന് പറഞ്ഞതാണ്. പക്ഷേ അവരുടെ ബുദ്ധിക്ക് ഇത് അപ്പുറമുള്ള ഒരു കാര്യമായിരുന്നത് കൊണ്ട് അത് അവരെ വേണ്ടത്ര ഗൗരവത്തോടെ കാണാൻ സാധിക്കാതെ പോയി. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈസ്റ്ററിനെ ഒരു പെസഹായായി, ഒരു കടന്നുപോക്കലായി, ഒരു യാത്രയായി അവർ അനുഭവിക്കുകയാണ്. പെസഹ, പാസ്ഓവർ ഒരു കടന്നുപോക്കലാണല്ലോ. ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്കുള്ളൊരു കടന്നുപോക്കൽ പോലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മാർപ്പാപ്പ പറയുകയാണ്, ഈസ്റ്റർ ഒരു പെസഹായായി, യാത്രയായി, പുറപ്പാടായി അനുഭവപ്പെടുന്നു, കടന്നു പോകലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം എന്താണ്? ഗലീലയിലെത്തുക, കർത്താവിനെ അവിടെ കണ്ടുമുട്ടുമെന്നാണല്ലോ അറിയിപ്പ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് മാർപ്പാപ്പ നമുക്ക് ചിന്തിക്കാനായിട്ട് പറയുന്നത്, അവരുടെ സ്ത്രീകളുടെയും ശിഷ്യന്മാരുടെയും ഒരു ഹൃദയങ്ങളുടെ ഒരു പുനരുത്ഥാനമാണ് സംഭവിക്കേണ്ടത്. അത് നടക്കണം, അതാണ് നടക്കാൻ പോകുന്നത്. ഒരു പുനർജീവനം. അവർ നിരാശയിലായിരുന്നു, പേടിച്ചരണ്ടാണ് അവർ കഴിഞ്ഞിരുന്നത്, ഭീതിയെ കൊണ്ടാണ്. അതുകൊണ്ടാണ് സെഗിയോനൂട്ടുശാലയിൽ കതകടച്ച് അവർ പേടിച്ച് ഇരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ മാർപ്പാപ്പ നമ്മളെ ക്ഷണിക്കുകയാണ്. കല്ലറയിൽ നിന്ന് ഗലീലയിലേക്ക് നടത്തിയ ആ സ്ലീഹന്മാർ നടത്തി, അതുപോലെ സ്ത്രീകൾ നടത്തി, ആ യാത്രയിൽ നമുക്ക് പങ്കുചേരാം. അപ്പോൾ അതിലേക്ക് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഈ സ്ത്രീകൾ പോയത് കല്ലറ കാണാനാണ്. എല്ലാം കഴിഞ്ഞുവെന്ന് കരുതി അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം തകർന്നു കർത്താവിൻ്റെ മരണത്തോടെ. അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. 2 ശിഷ്യന്മാർ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, അവർ എമ്മാവൂസിലേക്ക് യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുമ്പോൾ അവർ ദുഃഖിതരായിരുന്നു, നിരാശരായിരുന്നു. അതായിരുന്നു എല്ലാ അപ്പസ്തലന്മാരുടെയും അവസ്ഥ. ദുഃഖവും നിരാശയും വേദനയും കൊണ്ട് അവർ കഴിഞ്ഞുകൂടുകയായിരുന്നു. കഴിഞ്ഞ കാല ചിന്തയിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന ചിന്തയിലാണ് അവർ പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മുന്നിലുള്ള അനുഭവം മുദ്ര വെച്ച കല്ലറ മാത്രമാണ്. ആ ഒരു ചിന്തയോടെയാണ് അവർ പോകുന്നത്. അങ്ങനെയാണ് അവരുടെ മാനസിക അവസ്ഥ. ഈശോയെ അവർ കണ്ടുമുട്ടിയതാണ്, ഈശോയോട് കൂടി അവർ നടന്നതാണ്. അതിനെ മുഴുവനും അവർ കാണുന്നത് കഴിഞ്ഞ കാല സംഭവം പോലെയാണ്. നാളെക്കുറിച്ചുള്ളൊരു പ്രതീക്ഷ, ഉത്ഥാനത്തിൻ്റെ പ്രതീക്ഷ അവരിലേക്ക് വന്നിരുന്നില്ല. നാളെ ഇല്ലാത്തവരായി അവർ കഴിയുകയായിരുന്നു. അവരെ നിരാശയുടെ ഇന്നിലാണ് ജീവിച്ചിരുന്നത്. സങ്കടവും ദുഃഖവും പാപവും പരാജയവും പലതരം പ്രശ്നങ്ങളും ആയിരുന്നു അപ്പസ്തലന്മാരുടെ കർത്താവിൻ്റെ മരണത്തിന് ശേഷമുള്ള അനുഭവം. വലയുന്ന ഒരവസ്ഥയിലാണ് അപ്പസ്തലന്മാർ. മാർപ്പാപ്പ നമ്മോട് പറയാണ്, നമ്മളും പല കാര്യങ്ങളിലും നിരാശരും ദുഃഖിതരും, പാപം കൊണ്ടും ദുഃഖം കൊണ്ടും പരാജയം കൊണ്ടും പ്രശ്നങ്ങൾ കൊണ്ടും ഇങ്ങനെ തീരാറില്ലേ, ആകുന്നില്ലേ എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. ആനന്ദമില്ലാത്തവരായി നമ്മൾ മാറാറില്ലേ? പല അവസരങ്ങളിലും നമ്മൾ ക്ഷീണിതരായി തീരുന്നില്ലേ? അതുകൊണ്ടാണ് മാർപ്പാപ്പ ഈ ഈസ്റ്ററിൽ ഒരു യാത്രയ്ക്ക് പുറപ്പെടാൻ, പുതിയൊരു യാത്രയ്ക്ക്, ഹൃദയത്തിലേക്കുള്ളൊരു യാത്രയ്ക്ക്, ഒരു പുനർജനനത്തിന് പങ്കെടുക്കാൻ നമ്മളെ ക്ഷണിക്കുന്നത്. നമ്മളെയും മാർപ്പാപ്പ കുറേ കാര്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് വയ്ക്കുന്നുണ്ട്. നമുക്ക് നമ്മുടേതായ വ്യക്തിപരമായ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കണം. നമ്മെ തളർത്തുന്ന അനേകം കാര്യങ്ങളില്ലേ, അനേകരിലുണ്ട് എന്ന് പറയുകയാണ്. ഒന്ന്, യാന്ത്രികമായ ചടങ്ങുകളിൽ അനുദിന ജീവിതത്തിൽ നമ്മളെല്ലാം ഒരു മുറ പോലെ അങ്ങ് നടത്തി പോകുന്നു, സന്തോഷമില്ലാതെ പോകുന്നു.
അങ്ങനെ ഒരു സാധ്യതയുണ്ട്. കർത്താവിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടാതെ പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് മാർപ്പാപ്പ ഒരു ഉദാഹരണം പറയുകയാണ്. മറ്റൊന്ന് പറയും, നമ്മുടെ ലോകം എത്ര കഠിനമാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ശക്തനും സൂത്രക്കാരനും മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകം, പാവങ്ങളും ദരിദ്രരും ബലഹീനരും അടിച്ചമർത്തപ്പെടുന്ന ഒരു ലോകം, അവർക്ക് സാഹസികമായ ചുവടുകൾ എടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. അതാണ് ഇന്ന് ലോകത്തിൻ്റെ സ്ഥിതി എന്ന് മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളും നിരാശരും ദുഃഖിതരുമായി ആ അടഞ്ഞ കല്ലറ നോക്കി പോകുന്ന ആളുകളായി മാറാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് മാർപ്പാപ്പ പറയുന്നത്, തിന്മയുടെ മുമ്പിൽ നമുക്കെല്ലാം അനുഭവപ്പെടുന്ന ഒരു നിസ്സഹായ അവസ്ഥയാണ്. അങ്ങനെയുള്ള ഒരു നിമിഷത്തിൽ നിൽക്കേണ്ടി വരുന്നു. തിന്മ അത്രമാത്രം ഭീകര താണ്ഡവം ആടുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മുടെ ഉത്സാഹം മുഴുവനും നഷ്ടപ്പെടുത്തുന്നു. നിരുത്സാഹരായി നാം മാറുന്നു. അതിൻ്റെ മുമ്പിൽ നിരാശരാകുന്നു. മറ്റൊന്ന് മാർപ്പാപ്പ പറയുകയാണ്, നമ്മുടെ ജീവിതങ്ങളിലെല്ലാം ബന്ധങ്ങളെ കീറിമുറിക്കുന്ന അനേകം സംഘർഷങ്ങളില്ലേ, വഴക്കുകളും കലാപങ്ങളും കുറ്റം പറച്ചിലുകളും, അത് നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുത്തി കളയുന്നു, നമ്മുടെ പ്രതീക്ഷയെ തകർത്ത് കളയുന്നു. മറ്റൊന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ ലാഭമുണ്ടാക്കാനുള്ള കണക്കുകൂട്ടലുകളാൽ നയിക്കപ്പെടുന്നു. മനുഷ്യൻ്റെ വേദനയിൽ നിസ്സംഗതയായി മാറി നിൽക്കുന്നു. മാർപ്പാപ്പ എപ്പോഴും പറയും, ഒരു ആഗോളവൽക്കരിക്കപ്പെട്ട നിസ്സംഗതയാണ് ഇന്നത്തെ ലോകത്തിൻ്റെ വലിയ പ്രശ്നം. ഇവിടെ മാർപ്പാപ്പ പറയുകയാണ്, ഈ മനോഭാവത്താൽ ജീവിക്കുന്ന ആളുകൾ ഒത്തിരിയുണ്ട്. അത് വളരെ ശക്തമാണ് ഇന്നത്തെ ലോകത്തിൽ എന്ന് പറയുകയാണ്. മറ്റൊരു പ്രശ്നം, നമ്മളും ഇരുണ്ട ഒരു നിരാശ നിറഞ്ഞ സന്തോഷമില്ലാത്ത ഒരു ജീവിതം നയിക്കുന്നതിന് കാരണമാകുന്നത് അനീതിയുടെ വ്യാപനമാണ്. എല്ലാ രംഗങ്ങളിലും വല്ലാത്ത അനീതികൾ വളരുന്ന ഒരു കാലഘട്ടം. മറ്റൊന്ന് മാർപ്പാപ്പ പറയുകയാണ്, യുദ്ധത്തിൻ്റെ ശീതക്കാറ്റുകൾ കൊണ്ട് വലയുന്ന മനുഷ്യൻ. അത് ഉക്രൈനിലാകാം, നമുക്കറിയാം, എല്ലാ സ്ഥലങ്ങളിലും നടമാടുന്ന യുദ്ധമാണ്. യുദ്ധത്തിൻ്റെ ഭീകരത ഒന്നുണ്ട്. അത് പ്രിയപ്പെട്ടവരുടെ ജീവിതം കവരുന്നു എന്ന് മാർപ്പാപ്പ പറയുകയാണ്. മരണത്തെ മുഖാമുഖം കാണുന്ന അനുഭവമാണ് യുദ്ധങ്ങൾ. അപ്പം യുദ്ധത്തിൻ്റെ ഭീകരത നിലനിൽക്കുന്നു. കൊല്ലങ്ങളായി നടക്കുന്ന യുദ്ധങ്ങളുണ്ടല്ലോ ഇവിടെയെല്ലാം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പീഡനങ്ങളും. മറ്റൊന്ന്, ചിലപ്പോൾ നമ്മളെ നിരാശയിലേക്ക് നയിക്കുന്നത് മാർപ്പാപ്പ പറയുകയാണ്, ഗുരുതരമായ ഒരു രോഗമാകാം. ഒരു രോഗം ആളുകളെ തകർത്ത് കളയുന്നു, സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും. നമ്മുടെ ഉദ്യമങ്ങളിലുണ്ടാകുന്ന പരാജയങ്ങൾ, അപ്പോൾ മനുഷ്യനെ വിഷമിപ്പിക്കുന്ന ഒട്ടനവധി സാഹചര്യങ്ങൾ മാർപ്പാപ്പ എടുത്തു കാണിക്കുകയാണ്. ഇവയെല്ലാം നമ്മുടെ പ്രത്യാശയെ നശിപ്പിക്കുന്നു, നമ്മളിലെല്ലാം ഒരു നിരാശാബോധം ജനിപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് മാർപ്പാപ്പ ഇവിടെ തൻ്റെ പ്രസംഗത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളുടെ ദുസ്ഥിതികൾ എന്താണ്, ഓരോരുത്തരുടെയും ഏതവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന് അന്വേഷിക്കാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇവിടെയെല്ലാം അതുകൊണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു നിര കല്ലറയുടെ മുമ്പിലാണ് നാം നിൽക്കുന്നത് എന്ന കാര്യം നമുക്ക് ഓർക്കാം. സങ്കടവും നിരാശയും കൊണ്ട് നമ്മൾ നിറഞ്ഞവരായി നിൽക്കുകയാണ്. ഏകാന്തതയും ശക്തിഹീനതയും കരുത്ത് നഷ്ടപ്പെട്ട അവസ്ഥയിലും നമ്മൾ ജീവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം അതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ മനുഷ്യരുടെ ഒരു അവസ്ഥയെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് മാർപ്പാപ്പ. അന്ന് ശിഷ്യന്മാർക്കുണ്ടായ അനുഭവം അതാണ്. ഈ സ്ത്രീകളെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോഴും അവരും നിരാശയോടെയാണ്, ഭീതിയോടെയാണ് കർത്താവിൻ്റെ കല്ലറയിലേക്ക് പോകുന്നത്. പ്രത്യാശ അവരിൽ ജനിച്ചിട്ടില്ല. ഇവിടെ ഒരു ചോദ്യം ആളുകൾ ചോദിക്കും, എന്തുകൊണ്ട് എനിക്കിങ്ങനെ? ഇത് നമ്മളെല്ലാം ചോദിക്കുന്നതാണ്. ഒരു രോഗത്തിൻ്റെ മുമ്പിലും വേദനയുടെ മുമ്പിലും മരണത്തിൻ്റെ മുമ്പിലും കെടുതികളുടെ മുമ്പിലും ദുരന്തങ്ങളുടെ മുമ്പിലും ഒക്കെ നാം എന്തുകൊണ്ട് എനിക്കിത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ആ ചോദ്യം ചോദിച്ച് നിശ്ചലമായി നിൽക്കുന്ന അവസ്ഥയുണ്ട്. ചോദ്യങ്ങളുടെ നിരന്തരമായ ഒരു ശൃംഖല തന്നെ
നമ്മളിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ എല്ലാം നിരാശയിലേക്ക് നയിക്കാൻ സാധിക്കുന്ന ഏതാനും ഉദാഹരണങ്ങൾ. ഇന്നത്തെ ലോകത്തിൻ്റെ ചിത്രം പരിശുദ്ധ പിതാവ് വരച്ച് കാട്ടുന്നത്. മാർപ്പാപ്പ ഉടനെ ഈ സ്ത്രീകളിലേക്ക് വരികയാണ്. കർത്താവിൻ്റെ കല്ലറയിലേക്ക് ചെന്ന സ്ത്രീകൾ, അവർ കല്ലറയുടെ മുമ്പിൽ നിരാശയോടെയാണ് ചെന്നതെങ്കിലും അവർ കല്ലറയുടെ മുമ്പിൽ മരവിച്ച് നിന്നില്ല എന്നതാണ് സർത്താർഗമായ കാര്യം. 8-ാം വാക്യത്തിൽ 28 മത്തായിയുടെ സുവിശേഷം 28:8 നമ്മൾ വായിക്കുന്നുണ്ട്, അവർ ഭയത്തോടും അതേസമയം വലിയ സന്തോഷത്തോടും കൂടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ വിവരം ശിഷ്യരെ അറിയിക്കാൻ ഓടി എന്നാണ്. അവർ ഓടിപ്പോയി എന്ന് മത്തായി ശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ജീവിതത്തെയും ചരിത്രത്തെയും നിത്യമായി രൂപാന്തരപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് അവർ കൊണ്ടുവരുന്നത് എന്ന് ഓർക്കണം. 6-ാം വാക്യത്തിൽ അതാണ്, ജീവിതത്തെയും ചരിത്രത്തെയും. അങ്ങനെ ഒന്നും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അനന്യമായ ഒരു സംഭവമാണ്. അത്ഭുതങ്ങളുടെ വലിയ അത്ഭുതമാണ് ഉത്ഥാനത്തിൽ സംഭവിക്കുന്നത്. ജീവിതത്തെയും ചരിത്രത്തെയും നിത്യമായി രൂപാന്തരപ്പെടുത്തുന്ന വാർത്ത അവർ കൊണ്ടുവരികയാണ്. ശിഷ്യന്മാരോട് ഈ സ്ത്രീകൾ പറയുന്നത് ഗലീലിലേക്ക് വേഗം പോവുക എന്നാണ്. അവിടെ അവർ ഈശോയെ കാണുമെന്നാണ് അറിയിക്കുന്നത്. സന്തോഷകരമായ വാർത്തയാണ്. അപ്പോൾ ഇതാണ് ഈ ഉത്ഥാനം നമുക്ക് തരുന്ന സന്തോഷകരമായ വാർത്ത, പ്രതീക്ഷാ നിർഭരമായ വാർത്ത. ലോകം ഇങ്ങനെ പോകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ വാർത്ത നമുക്കായി വരുന്നത്. ഇവിടെ മാർപ്പാപ്പ നമ്മോട് ആത്മശോധനയ്ക്ക് പറയുകയാണ്, നമുക്കും ചോദിക്കാം. ചോദ്യം ഇതാണ്, കർത്താവ് അവരോട് പറഞ്ഞത് ഗലീലിയിലേക്ക് പോകാനാണ്. ഗലീലിയിലേക്ക് പോവുക എന്നാൽ എന്താണ് അർത്ഥം? നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്. മാർപ്പാപ്പ പെട്ടെന്ന് ഉത്തരം പറയുകയാണ്. 2 അർത്ഥങ്ങൾ ഗലീലിയിലേക്ക് പോവുക എന്നാൽ ഉണ്ട്. ഒന്ന്, ആ മട്ടുപ്പാവിൽ സെഗിയോൻ ഊട്ടുശാലയിൽ അവരെ പേടിച്ചരണ്ടിരിക്കുകയാണല്ലോ, അതിൻ്റെ വലയം ഭേദിച്ച് അവർ വിജാതീയരുടെ നാടായ ഗലീലിലേക്ക് ഇറങ്ങിത്തിരിക്കുക. അതാണ് ഒരു കാര്യം. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഗലീലി വിജാതീയരുടെ നാടാണ്. മറ്റ് 4-ാം അധ്യായം 15-ലാണ് നമ്മളത് വായിക്കുന്നത്. ഗലീൽ അങ്ങോട്ട് പോകാനാണ് പറയുന്നത്. ഒളിച്ച് ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഒരു മിഷന് വേണ്ടി, ഒരു ദൗത്യത്തിന് വേണ്ടി നിങ്ങൾ പുറപ്പെടുക, സ്വയം തുറക്കുക എന്നാണ് ഗലീലിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അർത്ഥം. ഭയത്തെ ഉപേക്ഷിക്കുക, പിന്നിൽ വിട്ട് ഭാവിക്കായി, വരുംകാലത്തിനായി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. ഇതാണ് ഒന്നാമത്തെ അർത്ഥം ഗലീലിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ. ഉത്ഥാനം നമുക്ക് അതുകൊണ്ട് ഒരു ഒളിച്ച ജീവിതത്തിൽ നിന്ന്, ഭയത്തിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള സമയമാണ്. രണ്ടാമത്തെ ഒരർത്ഥം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഈ ആദ്യം പറഞ്ഞതിനേക്കാൾ വലുതാണ് ഈ ഗലീലിലേക്ക് പോവുക എന്നതിൻ്റെ അർത്ഥം. ഉത്ഭവത്തിലേക്ക് മടങ്ങുക എന്നതാണ്, ആരംഭത്തിലേക്ക് തിരിച്ചു പോവുക എന്നാണ്. കാരണം എന്താണ്? ഗലീലിയിലാണ് ഈ ശിഷ്യന്മാരുടെ ജീവിതം ആരംഭിച്ചത്. അവരുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ആരംഭിച്ചത് ഗലീലയിൽ നിന്നാണ്. അവിടെ വച്ചാണ് കർത്താവ് തൻ്റെ ശിഷ്യരെ ആദ്യമായി കണ്ടുമുട്ടിയത്. അവൻ വിളിച്ചത് അവിടെ വെച്ചാണ്. ശിഷ്യന്മാരെ അവർ മീൻ പിടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവിടുന്ന് വിളിച്ചത്. എല്ലാം ഉപേക്ഷിച്ച് ഗലീലിയ കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്ന ഇവർ കർത്താവിനെ അനുഗമിച്ചത് അവിടെയാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ഗലീലിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ ആരംഭകാലത്തെ കൃപയിലേക്ക് മടങ്ങുക എന്നാണ്. അവരുടെ ജീവിതത്തിൻ്റെ ആരംഭത്തിലേക്ക്. ഇപ്പം നിരാശരായിരിക്കുക, എല്ലാം പോയല്ലോ. വലിയ പ്രത്യാശയോടെ ഈശോയെ അനുഗമിച്ചതാണ്. ഇപ്പോൾ അവർക്കെല്ലാം നഷ്ടപ്പെട്ടൊരനുഭവമാണ്, പേടിക്കാണ്. അവൻ വധിക്കപ്പെട്ടിരിക്കുന്നു, അവൻ മരിച്ചിരിക്കുന്നു. അവൻ മരിച്ചവൻ ഉയർക്കാനാണ്, തിരിച്ചു പോകാൻ പറയുകയാണ്. അതുകൊണ്ട്
അവരുടെ ജീവിതത്തെ ഒന്ന് ചൂടുപിടിപ്പിക്കാനുള്ള അനുഭവമാണ് കർത്താവ് പറയും ഗലീലയിലേക്ക് പോവുക. നിങ്ങളുടെ ജീവിതം എവിടെയാണോ ആരംഭിച്ചത്, എവിടെയാണോ കർത്താവിനെ അവർ അനുഗമിച്ചത്, തുടക്കം കുറിച്ചത്, ആ തുടക്കത്തിലേക്ക് പോകാനാണ്, പ്രാരംഭ അവസ്ഥയിലേക്ക് പോകാനാണ്. അപ്പം എന്താണ്? പ്രത്യാശ വീണ്ടും ജനിപ്പിക്കുന്ന ഓർമ്മയിലേക്ക് പോകാനാണ് അവരെ ക്ഷണിക്കുന്നത്. ഓർമ്മയിലേക്ക് പോവുക. അപ്പം ഇത് ആണ് അവരെ മുന്നോട്ട് പോകാൻ. ഇപ്പം തളർന്നിരിക്കുകയാണ്, പേടിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് അവരെ ഉണർത്താൻ പറ്റുന്നത് ഇതാണ്. നമുക്ക് നൽകുന്ന വലിയ സമ്മാനം, ഉത്തിതൻ നമുക്ക് നൽകുന്ന സമ്മാനമാണ് ഭാവിയെക്കുറിച്ചുള്ള ഓർമ്മ പുനരാർജിക്കുക എന്നതാണ്. ആർജിക്കുന്നത് ഗലീലയിൽ നിന്നാണ്. മാർപ്പാപ്പയുടെ പ്രസംഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ പൂർണ്ണമാക്കാം. അദ്ദേഹം മാർപ്പാപ്പ പറയുന്ന ആ സുന്ദരമായ ചിന്ത, ഇത് മാർപ്പാപ്പ പല അവസരങ്ങളിലും പറഞ്ഞിട്ടുള്ളൊരാശയമാണ്. ആദിയിലേക്ക് പോവുക, ആദ്യ സ്നേഹത്തിലേക്ക് തിരിയുക. നമ്മുടെയൊക്കെ ജീവിതം നേരെയാകണമെങ്കിൽ അതാണ് ഏറ്റവും അത്യാവശ്യമായ കാര്യം. നമുക്ക് ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ ഞാൻ ഈസ്റ്റർ കഴിഞ്ഞെങ്കിലും നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. മാർപ്പാപ്പയുടെ ഈ മനോഹരമായ ചിന്ത, പേടിപ്പെടുത്തുന്ന, നിരാശപ്പെട്ട, പരാജയപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഒരു പുനർജനനമുണ്ടാകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന വലിയ സംഭവമാണ് ഉത്ഥാനം എന്ന കാര്യം നമുക്ക് ഓർക്കാം. ഈ പ്രസംഗം ഞാൻ അടുത്ത എപ്പിസോഡിൽ പൂർത്തീകരിച്ചു കൊള്ളാം. അതുവരെ നമുക്ക് ഉത്ഥാനത്തിൻ്റെ വലിയ സന്തോഷം അനുഭവിക്കാൻ ഇടയാകട്ടെ.